സാഹ് സാഹിത്യത്തിന് രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയം എല്ലാ കാലത്തും പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്, ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ ശരി എന്ന സാങ്കല്പിക ഫിൽട്ടറിലൂടെ ഏതാണ്ട് എല്ലാ എഴുത്തുകാരും കടത്തിവിടപ്പെട്ടിട്ടുമുണ്ട്. ലോകത്ത് ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം പരക്കുന്നുണ്ട്. അത് വംശങ്ങൾക്കിടയിലെ വെറുപ്പ്, മനുഷ്യരോടുള്ള വെറുപ്പ്, മനുഷ്യർക്കിടയിലെ വെറുപ്പ്, അതുപോലെ തന്നെ മതങ്ങൾക്കിടയിലെ വെറുപ്പ്, ഇങ്ങനെ പലതരം വെറുപ്പുകൾ. ഈ ആഴത്തിലുള്ള ഈ വേരുകൾ കലയിലും രാഷ്ട്രീയത്തിലുമുണ്ട്. രാഷ്ട്രീയ ശരികളുടെ പേരിൽ എഴുത്തുകാർ പല കാലങ്ങളിൽ, പല ദേശങ്ങളിൽ, പലതരത്തിൽ വിചാരണ ചെയ്യപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു വധശ്രമത്തെ അതിജീവിച്ചാണ് സൽമാൻ റുഷ്ദി നൈഫ് എന്ന നോവൽ അതിൽ ഈ അനുഭവം എഴുതിയത്. തസ്ലീമ നസ്രീന്റെ അനുഭവങ്ങൾ നമുക്കറിയാം. മലയാളത്തിൽ ഇതുപോലെ തന്നെ രാഷ്ട്രീയ ശരിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും മാത്രമല്ല, ഈ എഴുത്ത് ജീവിതം തന്നെ റദ്ദാക്കപ്പെട്ട എഴുത്തുകാരുമുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാമെന്ന് കരുതുന്നു. ഉണ്ണി, സംസാരിച്ചു തുടങ്ങാമോ? എനിക്ക് ആ ചോദ്യം ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതോ എങ്ങനെ? ഇങ്ങനെയുള്ളൊരു വെറുപ്പിന്റെ രാഷ്ട്രീയം പരക്കുന്നതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ലോകം ഒട്ടാകെ. നമ്മൾ എനിക്കൊന്നൊരു ക്യാൻസൽ കൾച്ചർ എന്ന് പറയുന്ന ഒന്ന്, അതായത് നിങ്ങളൊരാളെ ഒരു തെറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരിൽ, അത് എഴുത്തുകാരനാവണമെന്നില്ല, ആരും ആയിക്കൊള്ളട്ടെ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായും മാറ്റി നിർത്തുന്ന, ഒരു അർത്ഥത്തിൽ ഒരുതരം വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ഒരു രീതി ഇന്നുണ്ട്, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത്. അത് മതങ്ങൾ, ഇപ്പൊ കബനി പറഞ്ഞല്ലോ, അത് മതങ്ങളാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, എഴുത്തുകാർക്കിടയിലുണ്ട്. ഇത് വളരെ വ്യാപകമാണ്. അപ്പോൾ നമ്മളുടേത് എഴുത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം എഴുത്തിൽ ഇതേപോലെ തന്നെയാണ്. ഇപ്പം തസ്ലീമ നസ്രീനെ പോലൊരാൾ, അല്ലെങ്കിൽ സൽമാൻ റഷ്ദിയെ പോലൊരാളെ കുറിച്ചിട്ട് നമുക്കറിയാം. ഇപ്പോൾ സൽമാൻ റഷ്ദിയെ ജയ്പൂർ ഫെസ്റ്റിവലിന് വിളിക്കുമ്പോൾ ഇവിടത്തേക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഏറ്റവും വലിയ കൺസേൺ. അല്ലെങ്കിൽ സൽമാൻ റഷ്ദിയുടെ ഒരു കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെ, അദ്ദേഹത്തിൻ്റെ സൈഷ്ണികതയെ ഇല്ലാതാക്കാമെന്ന് ഒരു മതസമൂഹം എന്നുള്ളതല്ല, ഒരു വളരെ ഫനാറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഗൗരി ലങ്കേഷിനെ കൊല്ലുന്നതോടുകൂടി ധീരമായ ഒരു പത്രപ്രവർത്തനത്തെ ഇല്ലാതാക്കാമെന്ന് നമ്മൾ കരുതുന്നു. ഇത് നമ്മുടെ സമൂഹത്തിൽ, അത് തന്നെ ഗാന്ധിയെ കൊല്ലുന്നതോടുകൂടി നമുക്ക് ഒരു പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു തീവ്ര ഹിന്ദുത്വവാദത്തിന് ഇന്ത്യയിൽ വേരുറപ്പിക്കാമെന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ ഈ ഉന്മൂലനം എന്ന് പറയുന്നത് നമ്മളുടെ വാക്കിലും നമ്മളുടെ പ്രവൃത്തിയിലും വളരെ സജീവമാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ താൻ ഇത്ര നാളും ജീവിച്ച ജീവിതം മുഴുവനും ഒരൊറ്റ മൊമെൻറ്റിൽ താൻ കുറ്റവാളിയാക്കപ്പെടുന്നതിൻ്റെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മനുഷ്യർക്കിടയിൽ നിരന്തരമായി വ്യാപിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിംസാത്മകമായ ഒരു സ്വഭാവമാണ്. ആ ഹിംസ എന്ന് പറയുന്നത് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മളൊരു വാക്കിൽ, നമ്മളൊരു നോട്ടത്തിൽ നമ്മൾ എത്രമാത്രം ക്രൗര്യതയോടുകൂടിയാണ്, ക്രൂരതയോടുകൂടിയാണ് മറ്റൊരാളെ നേരിടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ അത്തരം ഒരു ചരിത്ര സാമൂഹ്യ സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 51 വെട്ടുകൊണ്ടൊരു മനുഷ്യനെ കൊല്ലാൻ കഴിയുന്നത്. നമുക്കൊരു വാക്കുകൊണ്ട് ഒരാളെ ആത്മഹത്യയിലേക്ക് പറഞ്ഞു വിടാൻ കഴിയുന്നത്. ഇതുകൊണ്ടാണ് പെരുമാൾ മുരുകനെ പോലെ ഒരാൾ തൻ്റെ എഴുത്ത് ജീവിതം ഒന്നത്തേക്കുമായി അവസാനിപ്പിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നത്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നിങ്ങൾ എത്രത്തോളം മാനവികതയിൽ ഊന്നു നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ സമൂഹത്തെ കാണുന്നത് എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന്. ഉണ്ണി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു.
2 തരത്തിലാണ് ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, ഉണ്ണി പറഞ്ഞ പോലെ രാഷ്ട്രീയ ശരിയുടെ പേരിൽ അത് ജനാധിപത്യവാദികളാണ് കൂടുതൽ ചെയ്യുന്നത്. ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് അത് ചെയ്യുന്നത്. അങ്ങനെ വാദിക്കുന്നു എന്ന് പറയുന്നവരാണ് രാഷ്ട്രീയ ശരി പലപ്പോഴും പ്രയോഗിക്കുന്നത്. മറ്റൊന്ന്, ഈ മതവാദികളോ ദേശീയവാദികളോ ആണ് കൂടുതൽ ചെയ്യുന്നത്. മതവാദികൾ ചെയ്തതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സൽമാൻ റുഷ്ദിക്കെതിരെ 2 വർഷം മുമ്പ് നടന്ന ആക്രമണം. അതിൻ്റെ ഏറ്റവും നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യം, റുഷ്ദിയെ ആക്രമിച്ച അയാൾക്ക് 24 വയസ്സേ ഉള്ളൂ. റുഷ്ദി ആ പുസ്തകം എഴുതിയിട്ട് 30 വർഷമായി. കാരണം അയാൾ ജനിക്കുന്നതിന് 6 വർഷം മുമ്പ് എഴുതിയ പുസ്തകത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ആക്രമിക്കപ്പെടുന്നത്. ആ മനുഷ്യൻ അത് വായിച്ചിട്ടുമില്ല, പുസ്തകം വായിച്ചിട്ടുമില്ല. അപ്പോൾ ഒരു മതപ്രത്യയശാസ്ത്രം എങ്ങനെയാണ് ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഒരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യനെ, അയാളുടെ ആശയലോകത്തോടോ ജീവിതത്തോടോ ഒരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യനെ, കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു മനുഷ്യനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് നമ്മൾ അക്കാര്യത്തിൽ ആലോചിക്കണം. രണ്ടാമത്, രാഷ്ട്രീയ ശരിയുടെ പേരിലുള്ള ഈ ലിബറൽ എന്ന് പറയുന്നവർ ചെയ്യുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരൻ്റെ കൃതികളെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, യാതൊരു സംശയവുമില്ല. ആഹ് ഏതെങ്കിലും പ്രത്യയശാസ്ത്ര അടിസ്ഥാനത്തിലോ എഴുതിയ വാക്കുകളുടെ പേരിലോ ഒക്കെ വിലയിരുത്തിക്കോട്ടെ. അതിനുള്ള അവകാശം, ജനാധിപത്യപരമായ അവകാശം അവർക്കുണ്ട്. പക്ഷേ അതേസമയം തന്നെ അതുകൊണ്ട് ഒരാളെ ക്യാൻസൽ ചെയ്യുന്നത്, ഉണ്ണി പറഞ്ഞ പോലെ ക്യാൻസൽ ചെയ്യുക എന്നുള്ള കാര്യമാണ് അപകടകരമായിട്ടുള്ള കാര്യം. ഒരു ഉദാഹരണം, സാഹിത്യ മേഖലയിൽ അല്ലാത്ത ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, അടുത്ത കാലത്ത് ഈ യുക്തിവാദികളുടെ ഇടയിൽ വലിയൊരു ചർച്ച നടന്നിട്ടുണ്ട്. ഈ സഹോദരൻ അയ്യപ്പൻ ഒരു സമയത്ത് പറഞ്ഞിരുന്നു, ഈ ഈ അന്ന് ഈഴവരുടെ മതം മാറ്റത്തെക്കുറിച്ച് വ്യാപകമായി ചർച്ച നടക്കുന്ന സമയം, ഹിന്ദു മതത്തിലെ ജാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മതം മാറാം. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, പുള്ളി യുക്തിവാദിയാണ് എന്ന് ഓർക്കണം, അദ്ദേഹം പറഞ്ഞു, അങ്ങനെ മതം മാറുകയാണെങ്കിൽ ഇസ്ലാമിലോട്ട് മാറുന്നതായിരിക്കും കൂടുതൽ നല്ലത്, കുറച്ചുകൂടെ സംഘടിത മതമാണല്ലോ എന്ന അർത്ഥത്തിൽ പുള്ളി പറഞ്ഞു. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു യുക്തിവാദിയല്ല, നിരീശ്വരവാദിയല്ല, അദ്ദേഹം ഒരു മതപക്ഷപാതിയാണെന്ന രീതിയിൽ അദ്ദേഹത്തെ ക്യാൻസൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടന്നു. അതിനെയൊക്കെ വേറെ സൈഡിൽ നിന്നുള്ള യുക്തിവാദികളൊക്കെ എതിർത്തിട്ടുണ്ട്. ഇത് തന്നെ എഴുത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കും. ഇതിനെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കാണേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ്. ഒരാൾ ഏതെങ്കിലും ഒരു കാലത്ത് പറഞ്ഞൊരു വാക്കിൻ്റെ പേരിലോ ഒരു പ്രയോഗത്തിൻ്റെ പേരിലോ, അതായത് നമ്മുടെ ചിന്താഗതികളൊക്കെ എപ്പോഴും മാറാമല്ലോ, നമ്മുടെ ആശയം മാറാം. അല്ലാതെ എന്നും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, ഒരു ആശയധാരയിൽ ഉറച്ചു നിൽക്കുക, അതിൽ തന്നെ തുടരുക എന്നൊക്കെ പ്രായോഗികമായ കാര്യമല്ല. മനുഷ്യനാണ്, മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ മാറും, നമ്മൾ കാണുന്ന മനുഷ്യർ മാറും, അതനുസരിച്ച് നമ്മൾ മാറും. അതുകൊണ്ട് തന്നെ ഒരു വാക്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു എഴുതിയ ഒരു കാര്യത്തിൻ്റെ പേരിൽ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ എഴുത്തുകാരന് നേരെയുള്ള ഇതുപോലെയുള്ള സംഘടിത മതത്തിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഒക്കെ ആക്രമണങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സാധനമല്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കരമായ ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് സാഹിത്യമുണ്ടായ കാലം മുതൽ ഇങ്ങോട്ട് നമ്മുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ആക്രമണങ്ങളും പ്രത്യക്ഷത്തിലുള്ള ആക്രമണങ്ങളും ഒഴിവാക്കലുകളും ഒക്കെ ഉണ്ട്. അവരുടെ തലോടൽ പോലും യഥാർത്ഥത്തിൽ ആസിഡിൽ ബ്രഷ് മുക്കിയിട്ട് നമ്മളെ തലോടുന്ന പോലെയാണ്. അതായത് നമ്മളെ തലോടൽ പോലും ആസിഡിൽ ബ്രഷ് മുക്കിയിട്ട് ഇങ്ങനെ നമ്മളെ സുഖിപ്പിക്കുന്ന പോലെയുള്ള ഒരു അനുഭവമായിട്ടാണ് പലപ്പോഴും ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒഴിവാക്കുന്നത് നമുക്ക് സഹിക്കാം. നമ്മൾ ഒഴിവാക്കി. പണ്ടാരോ പറഞ്ഞ പോലെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, 10,000 ആൾക്കാർ പറഞ്ഞു ഞാൻ നിങ്ങളെ ഒഴിവാക്കിയെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ 10,000 എണ്ണത്തിനെ ഞാൻ ഒഴിവാക്കിയെന്ന്. അതേ ഉള്ളൂ നമ്മുടെ പരിപാടി. കാരണം ഒഴിവാക്കി, അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊന്നും നമ്മൾ പേടിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മളിപ്പോൾ റഷ്യയുടെ മറ്റേ സ്റ്റാലിൻ ഉണ്ടാകുന്ന സമയത്ത് ഈ പാസ്മാർക്കിൻ്റെ സംഭവങ്ങളും ഒക്കെ നമുക്കറിയാം. അത്രമാത്രം നോബൽ സമ്മാനം പോലും വാങ്ങിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ഒഴിവാക്കപ്പെട്ട ഒരു ആളാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ ദ ഹേർട്ട് ഓഫ് ദ ഡോഗ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ പിന്നെ നമ്മുടെ മിഖായിൽ ബുൾഗാക്കോവിൻ്റെ ഈ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് സ്റ്റാലിൻ ബുൾഗാക്കോവിനെ ഒരിക്കലും എന്താക്കിയിട്ടില്ല, ഒരിക്കലും അദ്ദേഹത്തെ ആക്രമിച്ചിട്ടില്ല, അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അവിടെ ഒരുപാട് ആൾക്കാരെ ആ സമയത്ത് ഉള്ള റഷ്യയിലെ നിരവധി എഴുത്തുകാർ ഈ സമയത്തുള്ള വധശിക്ഷയ്ക്കും അതുപോലെ തന്നെ ഒക്കെ വിധേയമായിട്ടുണ്ട്, ക്രൂരമായ പീഡനങ്ങൾക്കും ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ബുൾഗാക്കോവിൻ്റെ നാടകങ്ങൾ ആർക്കിഷ്ടമായിരുന്നു?
സ്റ്റാലിന് ഇഷ്ടം, ഭയങ്കരമായിട്ട് സ്റ്റാലിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബുൾഗാക്കോവിൻ്റെ നാടകങ്ങളൊക്കെ വാങ്ങിയിട്ട് ആര് വായിക്കും? സ്റ്റാലിൻ വായിക്കും. അത് ഒരിക്കലും പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിച്ചിട്ടില്ല. ഈ ഈ സ്റ്റാലിൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെടാത്ത പോയ കൃതികളുടെ പേരിൽ ആത്മഹത്യ അവസാനം എന്താന്ന് ആത്മഹത്യയല്ല, അവസാനം അതിൻ്റെ പേരിൽ രോഗം വന്നു. അതായത് നമുക്ക് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിലൂടെ വരുന്ന രോഗമുണ്ട് നമുക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ഈ മാനസികമായ വ്യഥയിലൂടെ എന്താണ് മരിച്ച ഒരാളാണ് യഥാർത്ഥത്തിൽ മിഖായിൽ ബുൾഗാക്കോവ് എന്ന് പറയുന്ന എഴുത്തുകാരൻ. അപ്പോൾ ഇത് എല്ലാ കാലഘട്ടത്തിലും നടക്കുന്ന സംഭവമാണ്. അപ്പം നമ്മൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചേ തീരുള്ളൂ. ഈ പറഞ്ഞ ബർത്തോൾട്ട് ബ്രെഹ്റ്റ് പറയുന്നത് പോലെ, അതായത് ഇരുണ്ട കാലഘട്ടത്തിൽ കവിതകൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ബർത്തോൾട്ട് ബ്രെഹ്റ്റ് പറഞ്ഞത് ഉവ്വ് ഉണ്ടാവും, അത് ഇരുണ്ട കാലത്തിൻ്റെ കവിതകൾ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇരുണ്ട കാലത്തിൻ്റെ കവിതകൾ എഴുതുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ്റെ ധർമ്മം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹരീഷ് പറഞ്ഞതിൽ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്കോ ഒരു കഥയോ കാരണം കൊണ്ട് അതൊരു രാഷ്ട്രീയ ശരി എന്ന് വിലയിരുത്തപ്പെടുന്നത് അതിലുള്ളൊരു തെറ്റ്. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഒരു വലിയ ചർച്ചയുടെ കാര്യമായത് മേതിൽ രാധാകൃഷ്ണന്റെ ഉടലൊരു ചൂഴ്നില അത് വന്നപ്പോൾ നമ്മുടെ സാറ ടീച്ചർ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ചൂണ്ടിക്കാട്ടി ഒരു പ്രതികഥ തന്നെ എഴുതി. അപ്പൊ അദ്ദേഹം മേതിലെന്ന് പറഞ്ഞത് മനുഷ്യന്റെ വികാര വിചാരങ്ങൾ, അതിലപ്പുറമുള്ള ചിന്തകൾ, അതിന്റെ സാംസ്കാരിക സന്ദർഭങ്ങൾ, അതിലുള്ള കോൺഫ്ലിക്ട്സ്, ഇതൊക്കെയാണ് എൻ്റെ കൺസേൺ. അല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് കേട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മേതിൽ പറഞ്ഞത്. അത് എല്ലാ കാലത്തും അദ്ദേഹം പിന്തുടർന്നിട്ടുമുണ്ട്. എന്നാൽ NS മാധവന്റെ കാര്യത്തിൽ അദ്ദേഹം വൻമരങ്ങൾ വീഴുമ്പോൾ അതുപോലെ തന്നെ തിരുത്ത് പോലുള്ള കഥകൾ എഴുതിയ ഒരാൾ ഒരൊറ്റ കഥയുടെ പേരിൽ വല്ലാതെ വിമർശിക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളത് ബാക്കിയുള്ളതെല്ലാം റദ്ദാക്കപ്പെട്ട് ഈ ഒരു കഥയ്ക്കോ ഒരു വാക്കിനോ വേണ്ടി മാത്രം വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ ഒരു സാമൂഹിക ഒരു സാംസ്കാരിക സന്ദർഭത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അല്ല, ഇത് തന്നെയാണൊരു നമ്മൾ ഈ പ്രധാനപ്പെട്ട നമ്മൾ ഈ വായനയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു മതസംഘടനയുടെ, ഒരു രാഷ്ട്രീയ സംഘടനയുടെ അല്ലെങ്കിൽ ഒക്കെ ഇതിൻ്റെ എല്ലാം പ്രത്യയശാസ്ത്രത്തെ, അതിൻ്റെ ബോധത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ ഈ കമ്പാർട്ട്മെൻ്റലൈസേഷൻ അതിങ്ങനെ വേർതിരിച്ച് കാണുക എന്ന് പറയുന്ന ഒരു കാര്യം നടത്തുന്നത്. ഇപ്പം നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും സൗന്ദര്യം എന്താണ്? അതിൽ ഈ പറയുന്ന ബഹുഭാഷകളെ, ബഹുസംസ്കാരങ്ങളെ, പലതരം ഭക്ഷണങ്ങളെ, ഇപ്പം ഇതുപോലെ തന്നെ ഈ പറയുന്ന വ്യത്യസ്തതകളെ മനസ്സിലാക്കാനുള്ള ബോധത്തെയാണല്ലോ, അതിനെ അറിയലിനെയാണല്ലോ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അത് എവിടെ നഷ്ടപ്പെടുന്നോ ആ സമയത്താണ് നിങ്ങൾ തട്ടമിടാൻ പാടില്ലെന്നും നിങ്ങൾ ബീഫ് കഴിക്കാൻ പാടില്ല എന്നും പറയുന്നത്. ഇത് തന്നെയാണ് വായനയിലും ഉള്ളത്. അപ്പോൾ വായനയിൽ നിങ്ങൾക്ക് പലതരം വായനകൾ സാധ്യമാണ്. അതൊരു ദളിത് പെർസ്പെക്റ്റീവിലാവാം, ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലാവാം. ഇതിങ്ങനെ പലതരം വായനകളുണ്ട്. ഈ പലതരം വായനകൾ നിലനിൽക്കെ നിങ്ങൾക്ക് പലതരം കഥകളോ കവിതകളോ എഴുതാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടെന്നുള്ളതാണ്. അപ്പം അത് ഞാൻ എഴുതുമ്പോൾ ഇത് ഒരു സ്ത്രീവിരുദ്ധതയാവുമോ, ഒരു ദളിത് വിരുദ്ധനാവുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പരിസ്ഥിതിക്ക് വിരുദ്ധമാകുമോ എന്ന ചിന്ത നിങ്ങളെ അലട്ടേണ്ടതില്ല. നിങ്ങൾ എന്ത് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിനെ നിങ്ങൾ ഏറ്റവും സൂക്ഷ്മമായും ഏറ്റവും സൗന്ദര്യാത്മകവുമായും നിങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഈ സാമാന്യമായ ഈ പറയുന്ന ജനാധിപത്യ ബോധമാണ്. ഒരു കൾച്ചറൽ ഡിസ്കോഴ്സിൽ, ഒരു സാംസ്കാരികമായ ഒരു വ്യവഹാരത്തിൽ അതിൻ്റെ ഇടപെടൽ എങ്ങനെയെന്നുള്ളതാണ്. പെട്ടെന്ന് ഒരു കഥ എഴുതുന്ന ഇപ്പം ഏറ്റവും നല്ല ഉദാഹരണം ഹിഗുറ്റ എന്ന് പറയുന്ന കഥയിലെ ജബ്ബാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വില്ലനാകുമ്പോൾ ഹിഗുറ്റ എന്ന് പറയുന്ന കഥ ഒരു ഭയങ്കര ഒരു ഇസ്ലാം വിരുദ്ധ കഥയായിട്ട് ഒരാൾ വായിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് അങ്ങനെ വായിക്കുവാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം നിങ്ങളെ
നമ്മൾ അത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ ക്യാൻസൽ കൾച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരാളെ നിങ്ങളുടെ വായനയിൽ നിന്ന് ഒഴിവാക്കരുത്. ഇപ്പം എൻ.എസ്. മാധവൻ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് എൻ.എസ്. മാധവൻ എന്ന് പറയുന്ന തിരുത്ത് പോലൊരു കഥ എഴുതിയ മാധവൻ നമുക്ക് ഒരു ഹിന്ദുത്വവാദിയായി മാറുകയാണ്. ഇതല്ല, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വായനയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഈ പരസ്പരമുള്ള ഒരു വളരെ തുറന്ന സംവാദമാണ്. അവിടെ നിങ്ങൾക്ക് അതുകൊണ്ടാണ് വി.കെ.എൻ. എന്ന് പറയുന്ന എഴുത്തുകാരൻ പെട്ടെന്ന് സ്ത്രീവിരുദ്ധനായി മാറുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളുടെ പല എഴുത്തച്ഛൻ മുതൽ നമുക്ക് പല എഴുത്തുകാരെയും സ്ത്രീവിരുദ്ധരായും ദളിത് വിരുദ്ധരായും കാണാം. ഞാൻ പറയുന്നത് ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു സംവേദനത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്നുവെങ്കിൽ നമുക്ക് ഏറ്റവും ആരോഗ്യകരമായ ഇടപെടലുകൾ നടത്താമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് വേണ്ടതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങനെ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ സ്ത്രീവിരുദ്ധനായും നിങ്ങൾ ആണുടലിനെ കുറിച്ചിട്ട് മാത്രം പ്രഘോഷിക്കുന്നവനായിട്ടും ആളുകൾ കാണും. നമ്മൾ പെട്ടെന്ന് ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെടും. അതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് ആ വായനയുടെ ജനാധിപത്യം എന്നുള്ളത് വായനക്കാർ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ മുകളിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റു മസ്തിഷ്കങ്ങളല്ല നിങ്ങളെ ഭരിക്കേണ്ടതെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ സാറാ ടീച്ചർ മേധി രാധാകൃഷ്ണൻ്റെ ഉടലൊരു ചൂഴ്ന്നില എന്ന കഥയെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അതിനെ നമ്മൾ വേറെ രീതിയിലാണ് കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചർ ഒരിക്കലും ഒരാളെ ക്യാൻസൽ ചെയ്യാൻ ശ്രമിച്ചില്ല. ടീച്ചർ ഒരിക്കലും മേധി രാധാകൃഷ്ണൻ ഒരു സ്ത്രീവിദ്വേഷിയാന്ന് പറയാൻ ശ്രമിച്ചില്ല. ടീച്ചർ അതിനെ ഭാഷാപരമായിട്ടും ടീച്ചർ അതിൻ്റെ ഭാഷയിലെ പുരുഷാധിപത്യത്തെക്കുറിച്ച് സംസാരിച്ച ആളാണ്. അപ്പോൾ ടീച്ചർ അതിന് മറുപടിയായിട്ട് ഈ ഉടൽ എന്നെ ചൂഴുമ്പോൾ എന്ന് പറഞ്ഞ കഥ എഴുതി വലിയൊരു സംവാദത്തിന് തിരികൊളുത്തി. അതൊരു സംവാദമായിരുന്നു. പക്ഷേ അത് സ്വീകാര്യമാണ്. തീർച്ചയായിട്ടും അത്തരം സംവാദങ്ങൾ സ്വീകാര്യമാണ്. അത് ആരുടെ കഥയെക്കുറിച്ച് ഇപ്പം ബിരിയാണിയെക്കുറിച്ച് അങ്ങനെ ഒരു സംവാദം വന്നുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷേ അത് ക്യാൻസൽ കൾച്ചർ ആകുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. ക്യാൻസൽ ചെയ്യാൻ ആ ഒരു വാക്കിൻ്റെ പേര് ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ബിരിയാണിക്കെതിരെ വന്ന ആക്രമണം തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്യാനുള്ള ശ്രമമായിരുന്നു. അതുപോലെ എൻ.എസ്. മാധവനെതിരെ വന്ന ആക്രമണം ക്യാൻസൽ ചെയ്യാനുള്ള ശ്രമമായിരുന്നു. ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണണം. ഒരു ജനാധിപത്യ രീതിയിൽ ഒരു കൃതിയെ വിമർശിക്കാനും പഠിക്കാനും അതിൻ്റെ സൂക്ഷ്മ പാഠങ്ങൾ അന്വേഷിക്കാനും വായനക്കാരും നിരൂപകർക്കൊക്കെ 100% സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ എതിർക്കുന്നത് ഈ ക്യാൻസൽ കൾച്ചറിനെ മാത്രമാണ്. ഇപ്പം ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഒരു എഴുത്തുകാരന് രാഷ്ട്രീയ ശരി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എഴുതാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ വെറുതെ പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കഥ മുന്നോട്ട് പോവില്ല. കാരണം ഒരുപാട് രാഷ്ട്രീയ ശരി ഇല്ലാത്ത മനുഷ്യരുള്ള ലോകമാണ്. നമ്മൾ തന്നെ രാഷ്ട്രീയ ശരിയായിട്ടല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വീട്ടിൽ ചെന്നാൽ അറിയാം നമ്മൾ എങ്ങനെ ജീവിക്കുന്നത് നമുക്കറിയാം. രാഷ്ട്രീയ ശരികളല്ല നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എഴുത്തിലും തീർച്ചയായിട്ടും അത് വരും. അതിനെ വിമർശിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് ഒരിക്കലും ഒരു എഴുത്തുകാരനെ വർഗീയവാദിയായിട്ടോ മതവാദിയായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ ഒരു ചാപ്പയടിക്കുന്നതിനുള്ള കാരണമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇത് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സംഭവം ഒരു പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ അപ്പോൾ അതിപ്പോൾ ലൈംഗികതയുടെ കാര്യത്തിലാണെങ്കിൽ ഈ ഈ പറയുന്ന പോലെ LGBT പോലുള്ള സംഭവങ്ങൾ, അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകളെ, അപ്പോൾ ഇങ്ങനെ പ്രത്യേക അല്ലെങ്കിൽ ചില മതവിദ്വേഷം പുലർത്തിക്കൊണ്ട് അത്തരത്തിലൊരു മതവിഭാഗത്തിലുള്ള ആൾക്കാരെ, ഇത്തരത്തിലുള്ള ആളുകളെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയിട്ട് ആക്രമിക്കുമ്പോഴാണ് അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പക്ഷെ അല്ലാത്ത സമയത്ത് നേരത്തെ ഇപ്പോൾ ഹരീഷും ഉണ്ണിയൊക്കെ പറഞ്ഞതുപോലെ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വതന്ത്രമായിട്ട് എഴുതാനുള്ളൊരു സാഹചര്യം അവനുണ്ടാവണം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം എന്നെ ഒരു ഈ ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാർ, ഭിന്നശേഷികൾ ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാരുടെ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ നിന്ന് ഒരു പെൺകുട്ടി എന്നെ വിളിക്കുകയാണ്. വിളിച്ച് എന്നോട് ചോദിച്ചു, സാർ ഇങ്ങനെ ഞങ്ങളിവിടെ സാറിനെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിവിടെ ഒരു കഥ വായിച്ചിട്ട് സാറിനെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൗണ്ടർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കുരുടൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കുരുടൻ എന്നുള്ള വാക്ക്. അപ്പോൾ അതിലൊരു സ്ഥലത്ത് അത് ഞാൻ ഒരു 15 വർഷം മുമ്പ് എഴുതിയ കഥയാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ അത് തന്നെ ഉപയോഗിക്കൂട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ആ
ആ ഇതില് അത് ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ മുത്തശ്ശൻ, മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ആൾക്കാരെയും, ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കുരുടൻ എന്ന പേരിലാണ് വിളിക്കുന്നത്. അതിൽ ഞങ്ങൾ യാതൊരു തരത്തിലുള്ള ഒരു ഏഹ്, ഇത് പ്രശ്നങ്ങളും അതിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളിത് മാഷക്കറിയാം. മാഷ് ഞങ്ങളുടെ ഒരേ നാട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ കുരുടന്മാർ, അത് കുരുടന്മാരാട്ടോ. അപ്പം നമ്മൾ ഭയങ്കര സിമ്പതിയോടുകൂടി തന്നെ ഉപയോഗിക്കുന്നത്. അതൊരു പദമായിട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കന്യകക്ക് മറ്റേ പുല്ലിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഇതിപ്പോൾ അവിടുന്ന് മുതൽ തുടങ്ങിയാണ് ഈ പരിപാടി ഇങ്ങോട്ട്. കന്യകക്ക് പുല്ലിംഗ് ഉണ്ടോ, മറ്റേ ഉണ്ടോ, മറിച്ചുണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണിത്. പിന്നെ എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഇത് ഒരു വിഭാഗത്തെ നമ്മൾ അവരെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന എന്തല്ല ഒരു ആക്ഷേപം ഉണ്ടാക്കുക, അവർക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതല്ല, അവരെ നമ്മൾ എന്താക്കുന്നതല്ല, അപമാനിക്കുന്നതല്ല. മറിച്ച് എൻ്റെ മുത്തച്ഛനെ കുറിച്ച്, എൻ്റെ മുത്തച്ഛൻ്റെ കാലഘട്ടത്തിൽ പറയുന്ന ഒരു കഥ പറയുമ്പോൾ, എൻ്റെ മുത്തച്ഛൻ ഈ ഈ ആൾക്കാരെ വിളിക്കുന്ന ആ ഒരു ഇത് അല്ല, എൻ്റെ മുത്തച്ഛൻ പറയും അവിടെ ഒരു അന്ധൻ ഉണ്ടായിരുന്നു എന്ന്. എൻ്റെ മുത്തച്ഛന് അന്ധൻ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ മുത്തച്ഛൻ അറിയില്ല ആ കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് ഞങ്ങൾ നാട്ടിൽ വിളിക്കുന്ന ആ കുരുടനെ കണ്ടോ എന്നുള്ള സാധനം അദ്ദേഹത്തിൻ്റെ ഡയലോഗിൽ, അയാൾ കഥയിൽ പറയുന്ന ഡയലോഗിൽ ഉപയോഗിച്ചൊരു സംഭവമാണ്. അപ്പോൾ അയാളുടെ പ്രായം കണക്കാക്കണം, ആ നാട്ടിൻ്റെ കൾച്ചർ കണക്കാക്കണം. അപ്പോൾ ഇതൊക്കെ കണക്കാക്കിയിട്ട് മാത്രമേ നമ്മൾ ആ കഥയിൽ ആ ഒരു സമയത്ത് സന്ദർഭത്തിൽ അത്തരത്തിലുള്ളൊരു വാക്ക് ഉപയോഗിച്ചത് തെറ്റാണോ ശരിയാണോ എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ആ നാടിൻ്റെ കൾച്ചറും ആ നാടിൻ്റെ ഭാഷയും ആ നാടിൻ്റെ സ്വഭാവവും വ്യക്തികളുടെ സ്വഭാവവും എല്ലാം തന്നെ മനസ്സിലാക്കണം. അല്ലാതെ ഈ കുരുടൻ എന്ന് പറയുന്ന വാക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെയുള്ള ഈ ഭിന്നശേഷിക്കാരായ അന്ധന്മാരായിട്ടുള്ള ആളുകളെ മുഴുവൻ അപമാനിച്ചൊരുത്തനാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതിൽ എന്ത് സാധുതയാണുള്ളത്? പക്ഷേ ഞാൻ മനഃപൂർവ്വം ഈ വേദിയിൽ വന്നിട്ട്, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ വേദിയിൽ വന്നിട്ട്, ഇവിടെയുള്ള പിന്നെ പ്രിയപ്പെട്ട വികലാംഗന്മാരെ എന്ന് ഞാനിവിടെ എല്ലാ വികലാംഗന്മാർക്കും എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് ഞാൻ മനഃപൂർവ്വം ഒരു സമൂഹത്തിനെ മുഴുവൻ ഞാൻ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാത്ത പക്ഷം എൻ്റെ കഥയിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോൾ ഈ കടപ്പുറത്തിനെ കുറിച്ചിട്ട് ഒരു കഥ എഴുതുമ്പോൾ എന്താണ് ആ കടപ്പുറത്തിനെ കുറിച്ചുള്ള കഥ എഴുതുന്ന സമയത്ത് ആ കടപ്പുറത്ത് അവിടെ നിങ്ങളുടെ ഈ മറ്റേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഒന്നും നോക്കിയിട്ടൊന്നും അല്ല ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്തെങ്കിലും എഴുതാൻ വേണ്ടി പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ബഷീറിനെ നിങ്ങൾ തൂക്കിക്കൊല്ലേണ്ടി വരും. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ പിന്നെ പിന്നെ സ്ത്രീകളെ തെറി പറയുകയും അതിൻ്റെ 10 ഇരട്ടി സ്നേഹിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ് ആര്? യഥാർത്ഥത്തിൽ ബഷീർ എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ VK-ൻ്റെ കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെ. അപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എവിടെ ഉപയോഗിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ അത് വളരെ ഓരോ കൃതിയും വളരെ ജനാധിപത്യപരമായിട്ട് വായിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇപ്പൊ പറഞ്ഞതിനോട് ചേർത്താണ് ഇപ്പൊ പറഞ്ഞതിനോട് ചേർത്തുള്ള ഒരു ചോദ്യമാണ്. ഇപ്പം സന്തോഷ് പറഞ്ഞല്ലോ, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വളരെ കേവലമായ അർത്ഥത്തിൽ വായിക്കണതിനെതിരെയാണ് പറഞ്ഞത്. അപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പോയിട്ട് ഒരുപാട് തലങ്ങളായി. ഇപ്പൊ ജെൻഡർ ബേസ്ഡ്, അതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ്, പാരിസ്ഥിതികമായത്, പിന്നെ നമ്മളിപ്പോൾ ഒരാളെ കുറിച്ചുള്ള ഒരു ഓർമ്മ എഴുതുകയാണെങ്കിൽ അയാളുടെ പ്രൈവസി, അതിലുള്ള ഒരു എത്തിക്കൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഇങ്ങനെ പല തരത്തിലുള്ള ഒരു സബ് ജോണേഴ്സ് ആയിട്ട് പോവുകയാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഇത് പ്രശ്നമല്ല എന്ന് പറയുമ്പോഴും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എഴുതുമ്പോൾ ഇത് ഒരു സമ്മർദ്ദം ആവാറുണ്ടോ? സാമൂഹ്യ ബോധം അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം എന്നുള്ളത് അതൊരു വലിയ ഒരു ഉരകല്ലാണ്. അത് നമ്മളെ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സമൂഹത്തിൽ ഇപ്പം ഇവിടെ നിന്നിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു അച്ചടക്കത്തോടു കൂടി നമ്മൾ പെരുമാറ്റങ്ങളിൽ നമ്മൾക്ക് മറ്റൊരു മനുഷ്യനോടുള്ള വാക്കുകളിൽ നമ്മൾ സഭ്യമായും മാന്യമായും പെരുമാറുന്ന സന്ദർഭങ്ങളുണ്ട്. ഇതൊരു വിവേകമാണ്, അല്ലെങ്കിൽ ഒരു സമൂഹം ആർജിച്ചെടുത്ത പരിണമിച്ച ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇത് പലപ്പോഴും നമ്മളുടെ പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങളിൽ ഭാഷയിൽ ഈ പറയുന്ന ഒരുപാട് തരം മാറ്റങ്ങളുണ്ടാവും. അപ്പം നമ്മൾ സ്വാഭാവികമായും ഇപ്പം നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ പണ്ട് നമ്മൾ ഭയങ്കര ഒരു പൊണ്ണത്തടിച്ച് അല്ലെങ്കിൽ ഒരു ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഇപ്പം നമുക്കറിയാം ഒരു ബോഡി ഷെയ്മിങ് ആണ്. ഒരു സമൂഹത്തിൻ്റെ സ്വാഭാവികമായ രാഷ്ട്രീയമായ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു വിവേകമാണ്. അപ്പോൾ ആ സമയത്ത്
നമ്മൾ പെട്ടെന്ന് അങ്ങനെ പറയാനായിട്ട് പണ്ട് നമ്മൾ നമ്മുടെ ശരിയായിരിക്കും നമ്മുടെ വീട്ടിലോ നമ്മളുടെ നാട്ടിൻപുറത്തോ ഒക്കെ ആളുകൾ പറയുന്നത് ഇപ്പൊ നമുക്കത് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഒരാളുടെ വണ്ണം എന്നുള്ളതിനെ നമ്മൾ അയാളുടെ ആ ഒരു സ്വാഭാവികമായി കാണേണ്ടതാണെന്നുള്ള അതൊരു തിരിച്ചറിവാണ്. അപ്പൊ അത്തരം തിരിച്ചറിവുകൾ നമ്മളുടെ ഭാഷയെ മാറ്റും. അപ്പൊ അതൊരു വളരെ അതൊരു അതൊരു രാഷ്ട്രീയമായ മാറ്റമാണ്. അതൊരു വിവേകമാണ്. അപ്പൊ ആ വിവേകം എന്നുള്ളത് നഷ്ടമാകുമ്പോഴാണ് നമ്മൾ എഴുത്തില് ഈ പറയുന്നത് പോലെ നമ്മുടെ കാരണം എഴുത്തെന്ന് പറയുന്ന ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു പ്രക്രിയയൊന്നുമല്ല. അതിൻ്റെ സ്പോണ്ടേനിറ്റി ഒന്നുമല്ല. അത് നമ്മൾ നിരന്തരമായി ഒരു കഥയോ നോവലോ എഴുതി അതിൻ്റെ മേൽ ഇരുന്ന് ധ്യാനത്തോടു കൂടി ഇരുന്ന് ചെയ്യേണ്ട ഒരു ജോലി കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചില വാക്കുകൾ ഇത് വേണ്ട, നമ്മൾ ബോധപൂർവം ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് എവിടെയെങ്കിലും അതൊരു ശരിയല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനത് ചിലപ്പോൾ അത് മാറ്റും. പക്ഷെ ഒരു കഥാസന്ദർഭത്തിന് അനുയോജ്യമായ ഒരു പ്രയോഗമാണ് എങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മളത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത്. കാരണം ഈ ഒഴിവാക്കലുകൾ ആണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ എഴുത്തെന്ന് പറയുന്നൊരു ബോധപൂർവമായ പ്രക്രിയ ആയതുകൊണ്ട് തന്നെ പിന്നെ അതിലെ ഭാഷാപരമായ മാറ്റങ്ങളൊക്കെ ഈ പറഞ്ഞ വിവേകത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അത്തരമൊരു ശ്രദ്ധയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് സമൂഹത്തിൽ വന്ന മാറ്റവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് കാണേണ്ടത്. ഉദാഹരണത്തിന് ഒരു 10 വർഷം മുമ്പ് വികലാംഗരോടുണ്ടായിരുന്ന സമീപനമല്ല ഇന്ന് നമുക്കുണ്ടാകുന്നത്. നമ്മൾ കൂടുതൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ റാമ്പുകൾ ഉണ്ടാക്കുന്നു. ഓരോ സ്കൂളിന് റാമ്പ്, ഇലക്ഷൻ റാമ്പ് ഉണ്ടാക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം വാതിലുകൾ ഉണ്ടാക്കുന്നു. കാരണം നമ്മുടെ സമൂഹം മാറുന്നതിൻ്റെ ലക്ഷണമാണത്. അതുകൊണ്ട് തന്നെ എഴുത്തിലും നമുക്ക് ഉണ്ണി പറഞ്ഞ പോലെ കരുതലോടുകൂടി പലപ്പോഴും പറയും. പക്ഷേ അതേസമയം തന്നെ ആവശ്യമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ കുരുടൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ കാര്യം പറഞ്ഞു. അതൊരു നമ്മൾ പഴയ കാലത്തെക്കുറിച്ചൊരു കഥ എഴുതുമ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കേണ്ട സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമില്ല. ഇതിനെ രണ്ടിനെയും നമ്മൾ വേർതിരിച്ച് തന്നെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതുള്ളത്. ഇപ്പൊ നേരത്തെ ചോദ്യത്തിൽ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുമെന്ന് വെച്ചാൽ എന്നെ സമ്മർദ്ദത്തിലാക്കുന്നില്ല. ഏ എനിക്ക് യാതൊരു തരത്തിലുള്ള അങ്ങനത്തെ ഒരു സമ്മർദ്ദവും ഇല്ല. കാരണം എനിക്ക് എൻ്റെ ഇഷ്ടമുള്ളത് ഞാൻ എഴുതും. പക്ഷെ ഞാൻ എഴുതുമ്പോൾ എനിക്ക് ഉള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു കഥയിൽ അല്ലെങ്കിൽ ഒരു നോവലിൽ എഴുത്തുകാരനുണ്ട്, കഥാപാത്രങ്ങളുണ്ട്. എഴുത്തുകാരൻ ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ, ഞാൻ എഴുത്തുകാരനായിട്ട് അതിൽ എഴുതുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരു വികലാംഗനെ ഞാൻ ഇപ്പം നേരത്തെ ഉണ്ണി പറഞ്ഞ പോലെ ഒരു വികലാംഗൻ എന്ന് ഞാൻ ഒരിക്കലും എഴുതില്ല. ഒരു ഭിന്നശേഷിക്കാരൻ എന്ന് മാത്രമേ ഞാൻ എഴുതുള്ളൂ. ആ എഡിറ്റിംഗ് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അത് നമ്മൾ ചെയ്യണം. പക്ഷെ കഥാപാത്രങ്ങൾ സംസാരിക്കുമ്പോൾ ഭിന്നശേഷിക്കാരൻ എന്ന് പറഞ്ഞ് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അത് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ ആ കഥാപാത്രങ്ങൾ എഴുത്തുകാരൻ ഉണ്ടാക്കുന്നതാണെങ്കിലും എഴുത്തുകാരനപ്പുറത്ത് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന കഥാപാത്രങ്ങളാണത്. ആ കഥാപാത്രങ്ങൾ എഴുതുന്ന സമയത്ത് ആ കഥാപാത്രങ്ങൾ അങ്ങനെ തന്നെ സംസാരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ കഥാപാത്രത്തിനെ വെച്ചുകൊണ്ട് ആരെ വിമർശിക്കാൻ പാടില്ല. എഴുത്തുകാരനെ നിങ്ങൾ വിമർശിക്കാൻ വേണ്ടി പാടില്ല. അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ വിമർശനങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. വിമർശിക്കട്ടെ, അതിനെന്താണ് കുഴപ്പം? അങ്ങനെ ഒരു സമ്മർദ്ദമൊന്നും എനിക്കില്ല. ഈ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മീശയായിട്ട് ബന്ധപ്പെട്ട വിവാദം ഓർമ്മ വന്നത്. കഥാപാത്രങ്ങൾ സംസാരിച്ചതാണ്. അപ്പോൾ ഇതിനോട് ഈ അടുത്തുണ്ടായ വലിയൊരു ആക്രമണം പെരുമാൾ മുരുകനെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണമാണ്. അദ്ദേഹം എഴുത്ത് നിർത്തുകയും അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്രയും വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു എലിയെ പോലെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു എഴുത്തുകാരൻ അങ്ങനെ പറയുമ്പോൾ എത്ര ഒരു എഡ്ജിലേക്ക് അദ്ദേഹം പുഷ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അത് വലിയൊരു സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ മീശ വിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രസിദ്ധീകരണം വരെ നിർത്തിവെക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തിയ അത്രയും എക്സ്ട്രീമിലേക്ക് പോയ ആ ഒരു കാലം എങ്ങനെയാണ് മറികടന്നത്? ഈ എഴുത്തുകാരനെ സംബന്ധിച്ച് പെരുമാൾ മുരുകൻ പറഞ്ഞ കാര്യമല്ലോ, മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പറഞ്ഞല്ലോ. എൻ്റെ കാര്യത്തിൽ അത് ശരിയായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. കാരണം ചിലര് ഭൂരിഭാഗവും ഇഷ്ടപ്പെടുന്നതും കൈയടിക്കാൻ താല്പര്യപ്പെടുന്നതും എഴുത്തുകാരൻ അവിടെ പോരാടി ധീരമായിട്ട് മരിക്കുക എന്നൊരു സമീപനമാണ്. പക്ഷേ ശരിക്കും അങ്ങനല്ല. നമുക്ക് ഇനിയും എഴുതണം, നമുക്ക് ഇനിയും ജീവിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മാളത്തിൽ ഒളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ ഭീരുവാണ്, അടിയിൽ നിന്ന് എഴുതി കാണിച്ചാൽ നമ്മൾ ഓടും. പക്ഷേ എഴുത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ധൈര്യമുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ എഴുതും, അത് യാതൊരു സംശയവുമില്ല. പിന്നെ ഞാനതിനെ ഏതാണ്ട് ആ തരത്തിൽ തന്നെയാണ് അതിജീവിച്ചത്. പക്ഷേ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും കേരളീയ പൊതുസമൂഹത്തിൻ്റെ വലിയ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു, വലിയ പിന്തുണ ഉണ്ടായിരുന്നു.
കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സമീപനം ഉണ്ടായിരുന്നു. സഹ എഴുത്തുകാരുടെ വലിയ പിന്തുണ എനിക്കുണ്ടായിരുന്നു. പെരുമാൾ മുരുകന്റെ കാര്യം വ്യത്യാസപ്പെടുന്നത് അവിടെയാണ്. പെരുമാൾ മുരുകന് ഇപ്പോഴും സ്വന്തം ഗ്രാമത്തിൽ സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തമിഴ്നാട് വേറൊരു തരം സ്ഥലമാണ്. അവിടുത്തെ ഒരു ജാതിയാണ് അദ്ദേഹം ആക്ഷേപിച്ചെന്നുള്ള ആക്ഷേപം വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ കൂടെ നടക്കുന്നതിനോ മീൻ മേടിക്കാൻ പോകുന്നതിനോ യാതൊരു കുഴപ്പമില്ല. അതല്ല അവിടുത്തെ അവസ്ഥ. ഇത് തീർച്ചയായിട്ടും 2 കേരളത്തിൽ കുറച്ചുകൂടെ തന്ത്രപരമാണ് ആളുകളുടെ നിലപാട് പലപ്പോഴും. അതുപോലെ ചിലര് നമ്മളെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്തുണയ്ക്കാത്ത ആളുകളുണ്ട്. അതൊക്കെയുണ്ട്. പക്ഷേ പൊതുവിൽ പൊതുസമൂഹം നമ്മളെ അനുകൂലിക്കുകയാണ്. അത് നമുക്ക് അതിജീവിക്കാൻ വളരെയധികം സഹായിക്കും. അതെനിക്കൊരു ഒരു സാമ്യം തോന്നിയത് ഈ കോടതി വിധിയുടെ കാര്യത്തിലാണ്. പെരുമാൾ മുരുകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോടതി വിധി കൊണ്ടാണ് അതെനിക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു ആജ്ഞ കിട്ടിയതുപോലെയാണെന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുത്തുകാരൻ എന്താണോ ചെയ്യാൻ എഴുത്തുകാരൻ ഏറ്റവും നല്ലത് അത് ചെയ്യട്ടെ, എഴുത്തുകാരൻ എഴുതട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മീശയുടെ ഒരു സുപ്രീം കോടതി വിധിയിലും ഇത് ഏതാണ്ട് സമാനമായിട്ടുള്ള സെന്റൻസുകൾ ഉണ്ട്. ഇത് ഒരു അധീശ സമുദായത്തിനെ പറ്റിയിട്ടുള്ള വേണമെങ്കിൽ അവര് അലക്ഷ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രീതിയിൽ പറഞ്ഞതിനുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശരികേട് എന്ന് സങ്കല്പിച്ച് ആക്രമണം ഉണ്ടായപ്പോൾ ഈ സന്തോഷിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ബിരിയാണി എന്ന കഥയുടെ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ എന്നുള്ളതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ ശരി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഫിൽറ്ററിന്റെ 2 വശങ്ങളാണ്. അതങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഈ എനിക്ക് വന്നത് ഇപ്പോൾ എൻ.എസ്. മാധവന് അതിനു മുമ്പ് വന്നതിൻ്റെ ഒരു അനുബന്ധം നല്ല രീതിയിലാണ് എനിക്കെതിരെ വന്ന വിമർശനം. അത് ഞാൻ ഒരുപാട് തവണ ഇതേപോലുള്ള വേദികളിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് എന്താണ്, ഇതേപോലെ ഞാനും അതിൽ കാസർഗോഡ് ഭാഗത്തുള്ള മുസ്ലിങ്ങളെ മുസ്ലിങ്ങളുടെ കഥ പറഞ്ഞതുകൊണ്ട് ആ മുസ്ലിങ്ങളെ മൊത്തം അതിലെ കഥാപാത്രങ്ങൾ, വില്ലൻ കഥാപാത്രങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ ഞാൻ ബോധപൂർവം ശ്രമിച്ചു എന്ന ന്യൂനപക്ഷ മുസ്ലിം ആക്ഷേപമാണ് ഞാൻ നടത്തിയതെന്ന് പറഞ്ഞിട്ടാണ് എനിക്കെതിരെ ഇത് വന്നിട്ടുള്ളത്. ആ കഥ മര്യാദക്ക് വായിച്ചിട്ടുള്ള ആൾക്കാരൊന്നും അല്ല ഈ യഥാർത്ഥത്തിൽ വിമർശനമായിട്ട് എനിക്ക് എന്നിട്ട് വന്നിട്ടുള്ളത്. അതിൽ പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള വാചകമുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള സമ്പന്നന്മാരായ മുസ്ലിങ്ങളുടെ ഒരു വിഭാഗമുണ്ട്. അതേ സമയത്ത് തന്നെ വളരെ പാവപ്പെട്ട മുസ്ലിങ്ങൾ അവിടെയുണ്ട്. അതിൽ ആ ഹസൈൻ ആർക്ക എന്ന് പറയുന്ന കഥാപാത്രം, അതായത് ഒരു ആ ഇവന്റ് മൊത്തം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അയാള് അവിടെയുള്ള ഈ മറ്റേ ബസുമതി അരി വന്നപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. ഇത് ഇവിടുത്തെ ചല്ല് പുല്ല് മാപ്പിളാർക്ക് തിന്നേണ്ട ബിരിയാണി അല്ല എന്ന് പറഞ്ഞു. ചല്ല് പുല്ല് ആയിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലൊരു വാക്കാണത്, ഒന്നിനും കൊള്ളാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. ചല്ല് പുല്ല്. ചല്ല് പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചല്ല് പുല്ലായിട്ടുള്ള മാപ്പിളാർക്ക് തിന്നേണ്ടതല്ല ഏത്, ഈ ബിരിയാണി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ അവിടെ 2 വിഭാഗങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഞാൻ അത് ആ സംഭവം വായിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വായിക്കാതെയാണ് ഒരു പ്രത്യക്ഷത്തിൽ ഒരു ആക്രമണം, ഒരു ബോധപൂർവമായ ഒരു ആക്രമണം ആർക്കെതിരെ അഴിച്ചുവിടുന്നത്, നമ്മൾക്കെതിരെ അഴിച്ചുവിടുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥ ഏത് രീതിയിൽ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളത് ഒരു മുസ്ലിം വിരുദ്ധ കഥയാണെന്നോ അങ്ങനെ എന്ത് വേണമെന്ന് പറഞ്ഞിട്ട് വായിച്ചോ, ഒരു പ്രശ്നവുമില്ല. നമ്മൾക്ക് ഒരു പ്രശ്നമേ ഇല്ല. ഇപ്പൊ മീശേൻ്റെ രീതിയിൽ വായിക്കപ്പെടാം. പക്ഷേ ഇതെല്ലാം അവസാനം വന്നിട്ട് ഈ പറയുന്ന പോലെ നമ്മളാണ് നമ്മളൊരു സംഘപരിവാറുകാരനാണെന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത് എങ്ങനെ ശരിയാവുന്നത്? അപ്പോൾ കഥ എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിലും വായിക്കാം. പക്ഷെ നമ്മളെ നേരെ തന്നെ നമ്മളൊരു സംഘപരിവാറുകാരനാണെന്ന് പറയുമ്പോഴാണ് ഇതാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ തന്നെ യാദവന്മാരൊക്കെ കയറി വന്നിട്ട് വേറൊരു പ്രശ്നം ഉണ്ടാക്കി. യാദവന്മാരൊക്കെ കയറി വന്നിട്ട് പറഞ്ഞാൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് എന്താണ്, ആ യാദവ സമുദായത്തിൻ്റെ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറയുന്നു, പിന്നെ നീ നിനക്ക് എന്തറിയാം, നിനക്ക് യാദവന്മാരെ കുറിച്ച് അറിയാവോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവിടുത്തെ എഴുത്തച്ഛന്മാരാണത്ര യാദവന്മാർ, എഴുത്തച്ഛന്മാരുടെ ഇതിലുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് വന്നത്. അപ്പോൾ അതാണ് യാദവന്മാർ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിവിടുത്തെ പിന്നെ അത് എനിക്കറിയില്ല, കാരണം അവിടുത്തെ ഇപ്പം യാദവന്മാരൊന്നും ദരിദ്രന്മാരല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പരിചയപ്പെട്ട യാദവന്മാരിൽ ഇഷ്ടംപോലെ ആൾക്കാർ എന്തുണ്ട്, ദരിദ്രന്മാരായ ആൾക്കാരുണ്ട് അല്ലേ. അപ്പം ഞാൻ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നായർ കുടുംബത്തിൽ ജനിച്ചതാണ്. നായർ കുടുംബത്തിലെ ദരിദ്രവാസിയായിരുന്നു ഞാൻ. മനസ്സിലായില്ലേ? നായർ കുടുംബം തന്നെ, പക്ഷേ നായർ കുടുംബത്തിലെ ദരിദ്രവാസിയായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് നായന്മാരെല്ലാം ഭയങ്കര സമ്പന്നന്മാരാണെന്ന് അർത്ഥമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു സംഭവമൊന്നും നമ്മൾ ഇതിന് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞ ചർച്ചയിലെ കാര്യം വളരെ സ്വാഭാവികമായിട്ട് പറഞ്ഞു പിന്നെ ഇയാൾ എൻ്റെ
എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. ഞാൻ തിരിച്ച് തെറിയും വിളിച്ചു. ഇയാൾ പിന്നെ ഫേസ്ബുക്കിൽ പോയിട്ട് എഴുതി. ഭയങ്കര സംഭവമായി. അതുകൊണ്ട് ഒരു സംഭവം ഉണ്ടായി. വായിക്കുന്ന യാദവന്മാർ ഇഷ്ടംപോലെ ഉണ്ടാവും. വായിക്കാത്ത യാദവന്മാർ പോലും എന്ത് വായിച്ചു? ആ കഥ വായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ യാദവന്മാരും ആ കഥ വായിച്ചു. ഏറ്റവും കൂടുതൽ മലയാള സാഹിത്യത്തിൽ യാദവന്മാർ കഥ വായിച്ച ഒരാളായിരിക്കും ഞാൻ. അപ്പോൾ അങ്ങനെ യാദവന്മാർ കഥ വായിച്ചപ്പോൾ തന്നെ യാദവന്മാർ 2 വിഭാഗമായി. എല്ലാവരും കൂടിയിട്ട് ആരെ തെറി പറയാൻ തുടങ്ങി? ഇയാളെ തെറി പറയാം. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ കഥയെക്കുറിച്ച് ഇങ്ങനെ തെറി പറഞ്ഞത്? ഞങ്ങളെ കൊണ്ട് എന്തിന് വായിപ്പിച്ചു എന്നായിരിക്കും ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചത്. കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനത്തെ ഒരു കഥ ഞങ്ങളെ കൊണ്ട് എന്തിന് വായിപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായി. അപ്പം അതുകൊണ്ട് പല രീതിയിലേക്കും ആ കഥ വായിക്കപ്പെട്ടു പോയി. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ഫോൺ കോളുകളും ഈ സാധനങ്ങളും ഈ ആക്ഷേപങ്ങളും നമ്മൾ മനസ്സിൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുക നമ്മൾ കരഞ്ഞുകൊണ്ട് എഴുതിയൊരു കഥയാണത്. ആ കഥ ഇത്രമാത്രം രീതിയിൽ മറ്റൊരു രീതിയിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമുക്ക് ഭയങ്കരമായി ടെൻഷൻ വരും. അതുകൊണ്ടാണ് ഇയാളൊക്കെ എന്നെക്കാളും കൂടുതൽ അനുഭവിച്ച ഒരാളാണ്. അത് വേറൊരു രീതിയിലുള്ള ആക്രമണങ്ങളാണ്. അപ്പോൾ ഇത് മൊത്തം അനുഭവിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അവസാനം നമ്മളെന്താക്കി മാറ്റും? നമ്മളൊരു BJP കാരനാക്കി മാറ്റുമ്പോഴും RSS കാരനാക്കി മാറ്റുമ്പോഴാണ് പ്രശ്നം. അപ്പോഴാണ് നമ്മൾ എഴുന്നേറ്റിട്ട് സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മളൊക്കെ ഇത്രയേ അനുഭവിക്കുന്നുള്ളൂ. വേറെ പുറത്തൊക്കെ ഒരു ഇതിപ്പോൾ കോടതിയെങ്കിലും സപ്പോർട്ടായി. ഇവിടെ ജനാധിപത്യമുണ്ട്, കോടതിയുണ്ട്. കോടതി ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു സംഭവം എന്തായിരിക്കും? വലിയ സംഭവം തന്നെയാണത്. അത് അത് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ എന്തോ കൃത്യമായ സാധനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം. ഇത് മറ്റേത് വെള്ളാള സമുദായത്തിൻ്റെ ആക്രമണമാണ് യഥാർത്ഥത്തിൽ. വെള്ളാള സമുദായത്തിന് അവിടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പാവം ഈ മറ്റേ പെരുമാൾ മുരുകനെ അവിടുന്ന് അവർ ബലിയാടാക്കിയത്. അതിൻ്റെ പിറകിലൊക്കെ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയമാണ്. എൻ്റെത് വ്യക്തിപരമായിട്ട് ഒരാൾക്ക് ഫേസ്ബുക്കിൽ എഴുതിയിട്ട് വലിയ ആളാവാനായി വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. എനിക്ക് ഗുണമായിട്ട് കേട്ടോ. എൻ്റെ 26ാമത്തെ പതിപ്പ് വന്നു. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ നമുക്ക് ഓഡിയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യന് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അർത്ഥം സാന്ദർഭികമാണെന്ന് പറയുന്ന പോലെ മീനിങ് ഈസ് കോണ്ടെക്സ്റ്റൽ. അതുപോലെ താങ്കൾ സൂചിപ്പിച്ചല്ലോ, വേലക്കാരൻ പറയുന്ന ഭാഷ, വേലക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ ഭാഷ എന്നുള്ള തരത്തിൽ ആ സെൻസിൽ കണ്ടാൽ മതിയല്ലോ. ഇപ്പോൾ വേലക്കാരൻ ഒരിക്കലും ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് സംസാരിക്കില്ല. അപ്പോൾ ആ രീതി ആ സെൻസിൽ എടുത്ത് എഴുതാൽ ഈ പ്രശ്നം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനോട് യോജിച്ചിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഹരീഷ് സാറിനോടാണ്. സാറ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. എങ്കിൽ പോലും സാറിന്റെ നാവിൽ നിന്ന് നമുക്കത് പച്ചയായിട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. സാർ ഈ മീശ എഴുതുമ്പോൾ അത് വിവാദപരമാകാൻ സാധ്യതയുള്ളൊരു പ്രമേയം ബോധപൂർവം എഴുതിയതാണോ, അതോ എഴുതിയൊരു പ്രമേയം യാദൃശ്ചികമായിട്ട് വിവാദമായതാണോ? ഞാൻ ഇത് മീശ എഴുതി കഴിഞ്ഞ് ഒരു 8-10 പേര് വായിച്ചിരുന്നു. അതിലൊരാളാണ് ഈ ഇരിക്കുന്ന ഉണ്ണിയാറ്. മീശ എഴുതി കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന മുമ്പ് വായിച്ചയാളാണ്. അപ്പോൾ അവർക്കാർക്കും തോന്നിയിട്ടില്ല വിവാദമാകും എന്നവർക്ക് തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും ഒരു പുസ്തകം നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ ഒരു ധാരണയൊന്നും നമുക്കുണ്ടാകില്ല. അത് പിന്നെ വേറെ പല കാര്യങ്ങളും കൂടി കടന്നു വന്ന് സംഭവിക്കുന്നതാണ്. എനിക്ക് 3 ആൾക്കാരോടും കൂടിയുള്ള ഒരു ചോദ്യമാണ്. അതായത് നിങ്ങളിപ്പം പൊളിറ്റിക്കൽ കറൻസിൻ്റെയും സാഹചര്യങ്ങൾ പഴയ കാലത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ഇപ്പം ഇപ്പം പലപ്പോഴും എഴുത്തുകാരനെ ഒരു കുറ്റവാളി പോലെ ആക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എഴുതി വെക്കുന്നത് ആ എഴുത്തുകാരൻ്റെ മനസ്സിലുള്ള, അതായത് അയാളുടെ നിലപാടാണ് എന്നുള്ള രീതിയിലാണല്ലോ. അപ്പം ഞാനൊരു കഥ എഴുതുകയാണ്, ഇന്നയാള് ഇങ്ങനെ ഒരു സംഭവം, അതായത് ഇങ്ങനെ സംഭവിക്കാം, അയാളുടെ കഥ, അയാളൊരു മോശം വ്യക്തിയാണ്, ആ മോശം വ്യക്തിനെ പറ്റിയിട്ട് ആ രീതിയിൽ എഴുതുമ്പോൾ അവസാനം നിങ്ങളെ ആക്രമിക്കാതെ എൻ്റെ ഉള്ളിലുള്ള ആശയമാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ രീതിയിൽ നമുക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ലേ? അതായത് ഇപ്പം പൊളിറ്റിക്കൽ കറൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് മറ്റൊരാളുടെ ആശയം, അയാൾ ഇങ്ങനെ ചിന്തിക്കാം എന്നുള്ള രീതിയിൽ കഥ എഴുതുമ്പോൾ ആ സ്വാതന്ത്ര്യം ഒരുപാട് നഷ്ടപ്പെടുന്നില്ലേ? അതായത് എപ്പോഴും നിങ്ങൾ ഈ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇപ്പം സംഖ്യയാക്കി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് ഹിന്ദു വിരുദ്ധനാക്കി എന്ന് പറഞ്ഞു. അപ്പം മറ്റു ആളുകളുടെ ചിന്തയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ള രീതിയിൽ കഥ എഴുതുമ്പം ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക്. അങ്ങനല്ലേ? അല്ല, ഒന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, കഥ എഴുതുന്ന ഒരാള് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരി
എന്ത് ചിന്തിക്കുമെന്ന് കരുതിയിട്ടല്ലല്ലോ നമ്മൾ എഴുതുന്നത്, അല്ലേ? നമുക്കിത് നമ്മളൊരു നമ്മളുടേതായിട്ടുള്ള കാഴ്ചകളെയും നമ്മളുടെ അനുഭവങ്ങളെയും ഇതൊരു ബേസിക്കലി ഒരു വളരെ എസ്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ആണ് റൈറ്റിംഗ് എന്ന് പറയും. അപ്പം അത് സൗന്ദര്യശാസ്ത്രപരമായ ഒരു ഇടപെടലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ എഴുത്തിൽ നിങ്ങളുടെ ഭാവന, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയിലേക്ക് വരുന്ന പലതരം ആശയങ്ങളും സൂചകങ്ങളും ഒക്കെയാണ് നിങ്ങൾ എഴുതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എഴുത്തിനെക്കുറിച്ച് ഒരു എഴുത്ത് എന്ന് പറയുന്നതിന് പലതരം പാഠങ്ങളുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ മനുഷ്യരും ഓരോ രീതിയിൽ ഒരു കഥയെ കാണുന്നത്. അപ്പം അതിൻ്റെ ആ വ്യത്യസ്തത അത് തന്നെയാണ് നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നത്. ഒരു എഴുത്തിന് പലതരം വായനകൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ടോൾസ്റ്റോയി ഒക്കെ പിന്നീട് ഫെമിനിസ്റ്റ് റീഡിങ്ങിൻ്റെ സമയത്ത് നമ്മളുടെ ക്ലാസിക് കൃതികൾ പലതും ഈ ഫെമിനിസ്റ്റുകൾ ഈ പറഞ്ഞ പ്രത്യേകിച്ച് ടോൾസ്റ്റോയിയൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ടാണ് അവർ കണ്ടത്, പല വലിയ എഴുത്തുകാരെയും. അല്ലെങ്കിൽ നമ്മളുടെ ദളിത് ഒരു ഈ പറയുന്ന പ്രസ്ഥാനങ്ങളുടെയും അതിൻ്റെ ആശയങ്ങളുടെയും സമയങ്ങളിൽ പല കൃതികളെയും അവർ ആ രീതിയിൽ വളരെ ക്രിട്ടിക്കലായിട്ട് കണ്ടു. അപ്പം അതുകൊണ്ട് പലതരം വായനകളുടെ സാധ്യത എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എടുക്കേണ്ട നിലപാട് എന്ന് പറഞ്ഞിട്ടൊരു നിലപാട് എടുത്തിട്ട് നമ്മൾ പറയുകയല്ല ചെയ്യുന്നത്. അപ്പം അത് സോഷ്യലിസ്റ്റ് റിയലിസത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് അത്തരം നിലപാടുകൾ എടുത്തിട്ട് എഴുതാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനോ സന്തോഷോ ഹരീഷോ ഒക്കെ തന്നെ ഒരു പ്രസ്ഥാനങ്ങളുടെയും ഭാഗമല്ല. ഞങ്ങൾ കുറച്ചുകൂടി സ്വതന്ത്രരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരം ബാധ്യതകളില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാവനയുടെ സ്വാതന്ത്ര്യം, ഞങ്ങൾ ആത്യന്തികമായി നമ്മൾ ആവശ്യപ്പെടുന്നത് സ്വാതന്ത്ര്യം മാത്രമാണ്. കാരണം നമ്മൾ അസംഘടിതരായ ഒരു ലോകമാണ് എഴുത്തുകാരുടെ. കാരണം ഒരു പ്രസ്ഥാനത്തിൻ്റെയും ഒരു ജാതി സമൂഹത്തിൻ്റെയും ഒരു ഭരണകൂടത്തിൻ്റെയും മുന്നിൽ വളരെ ദുർബലരായ മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ടാണ് ഹരീഷിനെ പോലെ ഒരാൾ മീശയുടെ സമയത്ത് അനുഭവിച്ച പെയിൻ എന്തെന്ന് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. എനിക്ക് അയാളോടൊപ്പം നിൽക്കുക മാത്രമാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പം അതുകൊണ്ട് നിലപാടുകളല്ല, നമ്മളുടെ ഈ പറയുന്ന നിലപാടുകൾ ഉണ്ടാവും, പക്ഷെ അത് ഉച്ചത്തിലായിരിക്കില്ല എന്ന് മാത്രം. അത് വളരെ സട്ടിലായിരിക്കും അതിനകത്ത്. ഹരീഷിന്റെ ഈ താങ്കൾ കഴിഞ്ഞ KLF-ന് ഞാൻ ഇതുപോലെ വേദി ഇരുന്നപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, എഴുത്തുകാരൻ ഉറച്ച രാഷ്ട്രീയ നിലപാടുകൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കയ്യടി കിട്ടുന്ന ഉത്തരം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ കയ്യടി കിട്ടും. പക്ഷേ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എഴുത്തുകാരൻ ഉറച്ച രാഷ്ട്രീയ നിലപാടുകളിലെയോ അല്ലെങ്കിൽ ഈ ഉണ്ണി പറഞ്ഞ പോലെ വലിയ ആത്യന്തികമായ നിലപാടുകൾ എടുക്കേണ്ട ആവശ്യവുമില്ല. നമ്മൾ അങ്ങനത്തെ നിലപാടെടുക്കേണ്ട മനുഷ്യരോ ഒന്നുമല്ല. നിലപാടെന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ കാര്യത്തിൽ ഒരു നിലപാടും ഇല്ലാത്ത ആളെന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. രാഷ്ട്രീയ നിലപാടുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളോട് ചേർന്നുള്ള നിലപാടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉറച്ച നിലപാടുകൾ അങ്ങനെ എടുക്കേണ്ട ബാധ്യതയുള്ളവരല്ല എഴുത്തുകാരൻ. നമ്മൾ മനുഷ്യജീവിതത്തെക്കുറിച്ചാണ് എഴുതുന്നത്. മനുഷ്യജീവിതം പലതരത്തിലാണ്. അതിനുള്ള പല ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഓരോ നിമിഷവും നമ്മൾ അങ്ങനെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെ ഒന്നും ഉറച്ച നിലപാടെടുത്തല്ല നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു നിലപാടിൻ്റെ ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അതാണ് ഹരീഷിന്റെ ഈ മീശ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നിർത്തിയല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾ കേരളത്തിന്റെ മാഗസീൻ സംസ്കാരത്തിന്റെ സെൻസിബിലിറ്റിയുടെ ഒരു പാരഡൈം ഷിഫ്റ്റിന് നിമിത്തമായിട്ട് മാറി. പ്രത്യേകിച്ചും അന്ന് എഡിറ്റർ ആയിരുന്ന കമൽറാം സജീവ് മാറുകയും സുഭാഷ് ചന്ദ്രൻ വരികയും ചെയ്തു. അപ്പോൾ അത് ഉണ്ടാക്കിയ ഒരു വല്ലാത്തൊരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്. അതായത് കേരളീയ മാഗസീൻ കൾച്ചറിൽ മാറി, ടോട്ടൽ ലാൻഡ്സ്കേപ്പ് മാറി. അപ്പോൾ അതിൽ നിമിത്തമായതാണ് താങ്കൾ ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ആ നോവൽ എഴുത്തുകൊണ്ട് കേരളീയ സെൻസിബിലിറ്റി എല്ലാം മാറി. അത് നല്ല കാര്യമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്താണ് അതിനകത്ത് നല്ല കാര്യം ഒന്ന് പറയാമോ? അതായത് ഈ താങ്കൾ ഒരു നിമിത്തമായല്ലോ, അതിൽ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞിട്ട് താങ്കൾ ഒഴിവാക്കിയത്. പക്ഷെ കേരളത്തിന്റെ മൊത്തം ലാൻഡ്സ്കേപ്പ്, അതായത് സാഹിത്യത്തിന്റെ ലാൻഡ്സ്കേപ്പിനെ മാറ്റി. അതാണ് അതിലെ പോസിറ്റീവ്. പക്ഷെ നെഗറ്റീവ് ഒരുപാടുണ്ട്. നെഗറ്റീവിനെ ഞാൻ നിരാകരിക്കുന്നു, പക്ഷെ പോസിറ്റീവിനെ അംഗീകരിക്കുന്നു. അല്ല, അത് പോസിറ്റീവായി എന്ത് മാറ്റം ഉണ്ടാക്കിയത്? ഒന്ന് ചുരുങ്ങിയ വാക്കി പറയാമോ? എനിക്ക് മനസ്സിലായില്ല അത്. പറയാം. ഒന്ന്, സുഭാഷ് ചന്ദ്രൻ വന്നതിന് ശേഷം ഒരുപാട് യങ്സ്റ്റേഴ്സിനെ പുതിയ ഒരുപാട്
ചെറുപ്പക്കാരെ, കവികളെ എല്ലാം ഫിഗർ ഔട്ട് ചെയ്ത് കണ്ടെത്താൻ കഴിഞ്ഞു. കമൽറാം സജീവിന്റെ കാലത്ത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റേഴ്സിന്റെ ഒരു കോട്ടയായിരുന്നു മാതൃഭൂമി. പക്ഷെ സുഭാഷ് ചന്ദ്രൻ വന്നപ്പോൾ ഒരുപാട് പേർക്ക് ഓപ്പൺ അപ്പ് ചെയ്തു. ഒരുപാട് ചെറുപ്പക്കാർക്ക്, ഒരുപാട് കവികൾക്ക്, ഒരുപാട് കഥാകൃത്തുക്ക് എല്ലാം ചെറുപ്പക്കാരാണ്. അത് വിഷു മത്സരം ഉണ്ടല്ലോ, വിഷു പതിപ്പ് പോലും അത് കാണാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. പോസിറ്റീവാണ് ഞാൻ പറഞ്ഞത്, നെഗറ്റീവ് ഒരുപാടുണ്ട്. അപ്പൊ അത് ഞാൻ അതിനുശേഷം മാതൃഭൂമി എഴുതിയിട്ടില്ല. അപ്പൊ അത് നന്നായെന്നായിരിക്കും താങ്കളുടെ അഭിപ്രായം. തീർച്ചയായിട്ടും. നിങ്ങളെ കാണാൻ സന്തോഷമുണ്ട്. അതായത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ സന്തോഷ് ചേച്ചിക്കാനം സാറിനോടാണ്. സാറിനെ മുമ്പ് കണ്ടിട്ടുണ്ട് ഞാൻ. ഒരു 2-3 വർഷം മുമ്പ്, അല്ലെങ്കിൽ 1 വർഷം മുമ്പായിരിക്കും. ഞാൻ ചോദിക്കാനുള്ള അതല്ല, ഈ ഹരീഷ് സാറിനോട് ചോദിക്കണ്ടേ. അതായത് ഹരീഷ് സാറിനോട് ചോദിക്കണ്ടേ, ഇങ്ങനെ ഈ മീശ എഴുതുമ്പോ അതില് പറഞ്ഞിരിക്കുന്നത് കുറെ ഒരു പഴയ ഒരു ആളാണ്, പഴയ മനുഷ്യൻ, പഴയ ആള്, പഴയ ചുറ്റുപാട്. എന്നിട്ടും ഇങ്ങനെയാണ് ഇത് എഴുതാൻ തോന്നിയത്, മീശ എന്ന നോവൽ. അല്ല, പഴയ കാര്യങ്ങൾ എഴുതിയോണ്ട് തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലോകത്തിൽ ഉണ്ടാകുന്ന പല പുസ്തകങ്ങളും പഴയ കാര്യങ്ങളെ കുറിച്ചാണ്. അതൊരു പുരോഗമനമൊന്നും അല്ലല്ലോ, ഡെവലപ്മെന്റ് അല്ല. അല്ല, ഒരിക്കലും അല്ല. അല്ല, അതെങ്ങനെയാ ശരിയാകുന്നത്? ഇപ്പൊ ചരിത്ര നോവലുകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. ഓ ഇപ്പൊ ഈ വർഷം ബുക്കർ പ്രൈസ് കിട്ടിയ കൈറോസ് എന്ന് പറഞ്ഞ നോവല് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞുള്ള ജർമ്മനിയുടെ ചരിത്രം പറയുന്ന, ആ അതപ്പോ നല്ല കാര്യമല്ലേ? അങ്ങനെ എഴുതണമെന്നാണോ താങ്കൾ പറയുന്നത്? അതല്ല, മോനെ, എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ തോന്നിയതെന്ന് അല്ല, അത് അങ്ങനെ പ്രസ്താവിച്ച സംഭവം. ഞാൻ ആ സ്ഥലത്ത് ജീവിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു താല്പര്യം വന്നു ആ നോവൽ എഴുതാൻ, അത്രേ ഉള്ളൂ. അത് ഞാൻ അവിടെ ജീവിക്കുന്നത്. അല്ല, ഇൻസ്പിറേഷൻ എന്താന്ന് പറയൂ? നോവൽ ആ ക്യാരക്ടറിന്റെ, മീശ വാവച്ച എന്നൊരു ക്യാരക്ടറിന്റെ, എന്റെ വീടിന്റെ അടുത്ത് അതുപോലെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അയാളെ വെച്ചൊരു കഥ എഴുതണമെന്ന് ചെറുപ്പം പോലെയുള്ള എന്റെ ആഗ്രഹമായിരുന്നു. അത് എഴുതി എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു. അല്ല, ഞാനേ അതിൽ കാണുന്ന മോനെ, അതിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ അത് ഹരീഷ് എഴുതിയ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ഹരീഷിന്റെ കഥയിലെ കഥാസന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ബഷീറിന്റെ ഒരു കാലഘട്ടമാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് ആലോചിക്കണം. കാരണം വെച്ചാൽ ബഷീർ 1900 നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് ബഷീർ എഴുത്തിലേക്ക് വരുന്നത്. കേൾക്കുന്നുണ്ടോ? ആ കാലഘട്ടത്തിലാണ് വരുന്നത്. ആ സമയത്ത് ബഷീർ എന്താ കഴിഞ്ഞാൽ വീട് വിട്ടിട്ട് ഇവിടത്തേക്ക് വരുന്നു. 400 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട്, നടന്നിട്ട്, അവിടെ നിന്ന് തലയോലപ്പറമ്പ് 400 കിലോമീറ്റർ നടന്നിട്ട് കോഴിക്കോട് വന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ഉപ്പൂർക്കുകയും അവസാനം എന്ത് ചെയ്യുന്നു? അവസാനം ഇതെല്ലാം കൂടിയിട്ട് സെൻട്രൽ ജയിലിലാവുകയും ചെയ്യുന്നു. ചെറിയ വയസ്സാണ്. നിന്റെ അത്ര പ്രായമില്ലാത്ത സമയത്താണ് ബഷീർ വന്നിട്ട് സെൻട്രൽ ജയിലിൽ കിടക്കുന്നത്. സെൻട്രൽ ജയിലിൽ വന്നിട്ട് അവിടെ വന്നിട്ട് പാവങ്ങളുടെ, സാധാരണക്കാരൻ്റെ മുടി വെട്ടുന്നു. മുടി വെട്ടി കഴിഞ്ഞിട്ട് അവിടുന്ന് പുറത്തിറങ്ങുന്നു. ആ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് മനസ്സിലായിട്ട് അതേപോലുള്ളൊരു ഗവൺമെൻറ് ഇവിടെ വരികയാണ്. അപ്പോൾ കാലം മാറുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ സംഭവം രണ്ടും ഒന്നാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും രണ്ട് സംഭവങ്ങൾ, തിരുവിതാംകൂറിൽ അന്ന് സംഭവിച്ചതും 2014 ഇവിടെ ഇന്ന് സംഭവിച്ചതും ഒരേ സംഭവമാണ്. അപ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇതിനെ വെച്ചുകൊണ്ട് ഈ ഒരു സംഭവം, ഈ കഥ, ഇതെഴുതുന്നത്. അതിൽ ബാബറി മസ്ജിദ് അടക്കമുള്ള പ്രശ്നങ്ങൾ അതിലേക്ക് സജീവമായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ കാലഘട്ടം ഏതെന്നല്ല, എല്ലാ കാലഘട്ടവും എന്ത് തന്നെയാണ്. എല്ലാ കാലഘട്ടങ്ങളിലും സംഭവിക്കുന്നത് ഈ മതാധിപത്യ ഭരണ സംവിധാനം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഒന്ന് തന്നെയാണ്. സോറി, ചോദിച്ചത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. ഹലോ, സന്തോഷ് സാറിനോടാണ്. MT വാസുദേവൻ നായരുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ആധുനിക കാലഘട്ടത്തിലെ എഴുത്തുകൾ അത്ര അങ്ങോട്ട് മലയാള സാഹിത്യത്തിന് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും നൽകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രസ്താവനയോടും ഈ പറയുന്ന പോസ്റ്റ് മോഡേണിസ്റ്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് റൈറ്റിങ്ങിനോടുള്ള എന്താണ് ആ ഒരു തോട്ട് എന്താണ്? പോസ്റ്റ് മോഡേൺ റൈറ്റിംഗ് ഒന്നും ഇല്ല മോനെ. അതെല്ലാം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ നിരൂപകന്മാർ ചേർന്നിട്ട് ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് ഈ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന അങ്ങനെ ഒരു മോഡേണിസം പോസ്റ്റ് മോഡേണിസം ഒന്നുമില്ല. ഇത് നിരൂപകന്മാരുടെ കാര്യമാണ്. മറിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ ഇയാളുടെ ഈ പറയുന്ന മറ്റേ മാക്സിം ഗോർക്കിയുടെ
എന്താണ് പിന്നെ ഫേസ് ഓഫ് ദ മാൻ അങ്ങനെ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടം തന്നെ, ഈ കാലഘട്ടത്തിൻ്റെ അധികാരവും എല്ലാം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെന്താ സംഭവിക്കുന്നത്? അതിൽ ഉർസസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ഒരു വൈദ്യനാണ്. അയാൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു പുരോഹിതന്മാർ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പറയും, നീ നാടകം കളിക്കുന്നത് ശരിയല്ല, നീ ഇവിടെ ലാടവൈദ്യം മറ്റേ പരിപാടിയൊക്കെ നടത്തിക്കോ, നീ നാടകം കളിക്കുന്നത് ശരിയല്ല, നീ നാടകത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രശ്നമുള്ളതാണ് എന്ന് പറയും. അപ്പോൾ എന്നിട്ട് അത് പ്രത്യക്ഷത്തിൽ പറയുന്നില്ല. എന്നിട്ട് ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇവിടെ ഈ വൈദ്യം കൊണ്ട് ഇവിടെ നടക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്തുകൊണ്ടാണ്? നീ ആരെയെങ്കിലും ഈ കള്ള വൈദ്യം കൊണ്ട് ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നു പറയും. അപ്പോൾ ഉർസസ് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരാളെ രക്ഷപ്പെടുത്തിയാലോ? ആ രക്ഷപ്പെടുത്തിയാലും നിന്നെ മരണശിക്ഷയ്ക്ക് വിധിക്കും. കാരണം നീ ഒരാളെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് നിന്നെ എന്ത് ചെയ്യും? ഞങ്ങളെ മരണശിക്ഷയ്ക്ക് വിധിക്കും. നീ ഒരാളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? മരണശിക്ഷയ്ക്ക് വിധിക്കും. അപ്പോൾ അയാൾ ചോദിക്കും, എങ്ങനെ പോയി കഴിഞ്ഞാലും എൻ്റെ കാര്യം പോക്കാണല്ലേ എന്ന് ചോദിക്കും. ആ, നിൻ്റെ കാര്യം പോക്കാണെന്ന്. ഈ ഇത്തരത്തിലുള്ളൊരു അധികാരം എല്ലാ കാലഘട്ടങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പോസ്റ്റ് മോഡേണിസം മറ്റേ മോഡേണിസം ഒന്നുമില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഭാഷ വളരെയധികം നവീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങൾ, അടിസ്ഥാനപരമായിട്ട് സന്ദർഭങ്ങൾ എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു? അത് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? ഭക്ഷണത്തിൻ്റെ സംസ്കാരം വരുന്ന, പണ്ട് നമ്മൾ കഞ്ഞി മാത്രം കുടിച്ചു, ഇന്നിപ്പോൾ മന്തിയിലേക്കും മറ്റയിലേക്കും മറിച്ചയിലേക്കും അങ്ങനെ കുറേ സാധനങ്ങൾ, ബർഗറിലേക്കും സാധനങ്ങൾ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ആത്യന്തികമായ മനുഷ്യൻ്റെ പ്രശ്നം എന്താണ്? വിശപ്പ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിന് പോസ്റ്റ് മോഡേണിസം അങ്ങനെ ഇങ്ങനെ എന്നുള്ളൊരു സംഭവമൊന്നുമില്ല. എം ടിയുടെ കാലത്തെ കഥകൾ എഴുതി ഉണ്ണിയും ഞാനും പിന്നെ ഹരീഷും ഒക്കെ ഞങ്ങളുടെ കാലത്തെ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കഴിവിനനുസരിച്ചിട്ട് ഇപ്പോൾ ദസ്തോസ്കിനെ പോലെ എഴുതാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. ജന്മം വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദസ്തോസ്കിനെ പോലെ എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കയ്യിലുള്ള പാത്രം ചെറുതാണ്, ഇതിലത്രേ വെള്ളം പിടിക്കൂ. ആ അത്ര വെള്ളമെങ്കിലും നമ്മൾ ശിഹാബുദ്ദീൻ പൊറ്റങ്കട് പറഞ്ഞ പോലെ പാല് തരാനുള്ള ആഗ്രഹമാണ് എൻ്റെ ഈ പാലും വെള്ളം എന്ന് പറയുന്ന പോലെ, ഈ പാലും വെള്ളം വെച്ചിട്ട് ബഷീർ പറഞ്ഞ പോലെ ഞാൻ ചെറിയ ബുദ്ധി വെച്ചിട്ട്, ചെറിയ അനുഭവം വെച്ചിട്ട് ചെറിയ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ മനുഷ്യന്മാരാണ് ഞങ്ങൾ. ഇവരിപ്പോൾ എന്താണ്, ഉണ്ണി എന്താണെന്നൊന്നും ഹരീഷ് എന്താണെന്ന് എനിക്കറിയില്ല.